ഹലോ, എന്തൊക്കെയാ സുഖമല്ലേ? ഇന്ന് ഞാൻ പോകുന്നത് വളരെ വളരെ സ്പെഷ്യലായിട്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നുമല്ല, എൻ്റെ മോളുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് ഈ വരുന്ന ജനുവരി 5-ന്. സോ അതിനു വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ അവൾക്കൊരു സർപ്രൈസ് പോലെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് അവളുടെ കൂടെ നാട്ടിൽ ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയായിരുന്നു, ലീവ് കിട്ടിയായിരുന്നു. അപ്പം അതിനനുസരിച്ച് നാട്ടിൽ പോയി ഞങ്ങളെല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സർപ്രൈസ് നേരിട്ട് കൊടുക്കാൻ പറ്റി. പക്ഷേ ഇത്തവണ എനിക്ക് ആ സർപ്രൈസ് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല, ലീവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സുഷി, എൻ്റെ ഫ്രണ്ട്, അവന് നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുത്തയക്കാമെന്ന് വെച്ചിട്ടാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നേരെ വന്നത് ഫുജേറയുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ്. ഇവിടെ ഏകദേശം ഒട്ടുമിക്ക മലയാളികളും വരുന്നത് ഈ മലബാറിൽ തന്നെയാണ്. കാരണം ഫുജേറയിൽ വേറെ സ്വർണ്ണത്തിൻ്റെ കടകളൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. എല്ലാവരും ഒട്ടുമിക്ക മലയാളീസും പോകുന്നത് ഈ മലബാറിലാണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കുറേ ഡയമണ്ട് സെക്ഷനിലൊക്കെ നോക്കി. ചെറിയൊരു സ്റ്റഡ് മേടിക്കാനാണ് എൻ്റെ മനസ്സിലുള്ളത്. അത്രയൊക്കെ ബഡ്ജറ്റുള്ളൂ. അതുകൊണ്ടൊരു ചെറിയ സ്റ്റഡ് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവർ ആദ്യം പറഞ്ഞ ഓപ്ഷൻ ഡയമണ്ട് ആയിരുന്നു. പിന്നെ ഡയമണ്ടിൻ്റെ വില കണ്ടപ്പോൾ ഞാൻ നേരെ ഗോൾഡിലേക്ക് പോയി. അപ്പം ഗോൾഡിൽ നിന്ന് കുറേ കളക്ഷനൊക്കെ കിട്ടി. ഇനി ചെറിയ ജിമിക്കി പോലത്തെ, വളരെ ചെറിയൊരു ജിമിക്കി പോലത്തെ ഒരു കമ്മൽ വേണമെന്നായിരുന്നു ആഗ്രഹം. അവളുടെ കാതിൽ കയറുന്നതും ആവണം, എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവണം. ചെറിയ ജിമിക്കിയാണ് ഞാൻ മനസ്സിൽ കരുതിയത്. സ്വർണത്തിൻ്റെ വിലയൊക്കെ ഇപ്പോൾ അറിയാമല്ലോ, അത്രയും കുതിച്ചു പായാണ്. അപ്പം എൻ്റെ കൊക്കിന് ഒതുങ്ങുന്ന ചെറിയൊരു ഗിഫ്റ്റ് എൻ്റെ മോൾക്ക് വേണ്ടി എല്ലാ ബർത്ത്ഡേക്കും ഇനി ഇങ്ങനെ ഒരു സ്വർണത്തിൻ്റെ എന്തെങ്കിലും വാങ്ങിച്ച് കൂട്ടണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ മനസ്സിൽ പ്ലാന്. എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസ് അവർ കാണിച്ചു തരുന്നുണ്ട്. മലബാർ ഗോൾഡിൽ നേരത്തെയും ഞാൻ മുന്നും വന്നിട്ടുണ്ട്. എൻ്റെ മോളുടെ പേരിടൽ ചടങ്ങിന് അവൾക്ക് പാദസരം വാങ്ങിച്ചത് ഇവിടെ നിന്നാണ്. അപ്പം അതിൻ്റെ ഒരു എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടുന്ന് പാദസരം കുറേ വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ അതാ ഞാൻ കാതിലും സെലക്ട് ചെയ്തു. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാതിൽ. വളരെ ചെറിയ സംഭവമാണ്, എന്നാലും എനിക്ക് അവൾക്ക് വേണ്ടി എൻ്റെ പേരിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം. എന്തോ നാട്ടിൽ അവളെ കൂടെ ഇത്തവണ ഉണ്ടാവില്ലല്ലോ, ഡയറക്റ്റ് ഉണ്ടാവില്ല. അപ്പം അതിന് പകരം എൻ്റെ ഒരു ചെറിയ സ്നേഹ സമ്മാനം അവൾക്ക് ഈ വർഷം എൻ്റെ വതിൽ ഇതാണ് ഞാൻ അവൾക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ എല്ലാ വർഷവും അവൾക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കണമെന്നും അത് സ്വരൂപിച്ച് വെക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. അവൾ വലുതാകുമ്പോൾ വലുതാകുമ്പോൾ ഇതൊക്കെ ഒരു അസറ്റല്ലേ. സോ അതാണ് എൻ്റെ ബർത്ത്ഡേ.